ഈ ടോപ്പിക്കൽ ഒന്ന് നിർത്തിയിട്ട് നമുക്ക് ഫാമിലിയിലേക്ക് ഒന്നുകൂടെ വരാം. ഈ എന്താണ് ഫ്യൂച്ചർ പ്ലാനുകൾ, എന്തൊക്കെയാണ്? ഫ്യൂച്ചറില്ലല്ലോ, പ്രസന്റ് മാത്രമേ ഉള്ളൂ. ശരിയാണ്, ജീവിക്കുന്നു. സീരിയസ്ലി അതുപോലെയുള്ള ഒരാളെ കിട്ടിയതുകൊണ്ടാണ് എനിക്ക് വിവാഹം കഴിക്കണം എന്ന് തോന്നിയത്. ബിക്കോസ് എന്നെപ്പോലെ തന്നെ എക്സാക്ട്ലി എന്നെപ്പോലെ തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കുകയും ജീവിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. കൂടുതൽ ഞാൻ ശരിക്കും പ്രസൻറ്റ്ലി ജീവിക്കാൻ പഠിച്ചത് പുള്ളിയുടെ നിന്നാണ്. ബിക്കോസ് നമ്മുടെ കൂടെ ജീവിക്കുന്നവരുടെ ഇൻഫ്ലുവൻസ് ഭയങ്കരമാണ് നമ്മുടെ മേൽ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഈ പ്രസൻറ്റിലേക്ക് ജീവിക്കാൻ ഇങ്ങോട്ടും അങ്ങോട്ടും സഹായിക്കുന്നവരാണ്. ഇപ്പോൾ എൻ്റെ ലൈഫിൽ എന്തെങ്കിലും ഒരു സ്ട്രെസ്സ് വന്നാൽ പുള്ളി എന്നെ ഓർമ്മിപ്പിക്കും. ഓർമ്മയുണ്ടല്ലോ അല്ലേ, ഈ മൊമെൻറ്റേ ഉള്ളൂ. ഈ സ്ട്രെസ്സ് വരുന്ന എപ്പോഴാണ്, ആങ്സൈറ്റി വരുന്ന എപ്പോഴാണ്? മുന്നോട്ട് ചിന്തിക്കുന്നു എന്ന് പറയും. മുന്നോട്ടില്ല, എന്ത് മുന്നോട്ട്? മുന്നോട്ട് പോയാൽ മതിലാണുള്ളത്, ആ ചുമരാണുള്ളത്. ശരീരം ഇരിക്കുന്നിടത്താണ് പ്രസൻറ്റ്. ശരീരം ഇരിക്കുന്നിടത്താണ് പ്രസൻറ്റ്. ഈ മൈൻഡ് പോകുന്നത്, ഈ ശരീരം നാളെ എവിടെ പോകും? ഓ, നാളെ അവിടെ ഇൻ്റർവ്യൂവിന് പോകുന്നുണ്ട്, ഈ ശരീരത്തിന് വേണ്ട ഫുഡ് നമുക്ക് പാക്ക് ചെയ്യണം. ഇതൊക്കെ പറയുന്നത് അതൊരു എക്സ്റ്റൻഷൻ ഓഫ് ദ പ്രസൻറ്റ് മൊമെൻ്റ് ആണ്. ഒരു എക്സ്റ്റൻഷനേ ഉള്ളൂ, ഒരു കോർഡിനേഷനേ ഉള്ളൂ. ഒരു പ്യുവർ ഫ്യൂച്ചർ നമുക്ക് പറയാൻ പറ്റില്ല, ഒരിക്കലും പറയാൻ പറ്റില്ല. ബിക്കോസ് അത് ഉണ്ടായിട്ടില്ല, അത് ആ മൊമെൻറ്റിലേ ഉണ്ടാവുള്ളൂ. അത് വേറെ ഇപ്പം നടക്കുന്ന എത്രയോ കാര്യങ്ങൾ കൂട്ടിച്ചേർന്നാണ് ആ അടുത്ത മൊമെൻ്റ് ഉണ്ടാവുന്നത്. എത്രയോ മില്യൺസ് ആൻഡ് മില്യൺസ് ട്രില്യൺസ് ഓഫ് സാധനങ്ങൾ ഒരുമിച്ച് കൂടിയിട്ടാണ് അടുത്ത മൊമെൻ്റ് ഉണ്ടാവുന്നത്. ഇപ്പോൾ നിങ്ങളുടെ ഇതിന് മുന്നേ ഉള്ള ഇൻ്റർവ്യൂ ലേറ്റ് ആയാൽ നമ്മുടെ ഇൻ്റർവ്യൂവിനെ അത് ബാധിക്കും. അങ്ങനെയാണ് ഫ്യൂച്ചർ ഉണ്ടാവുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ ഫ്യൂച്ചർ. അപ്പോൾ ഈ ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് ആൾക്കാർക്ക് ആങ്സൈറ്റി എന്ന് പറയുന്ന പ്രശ്നം ഉണ്ടാകുന്നത്. അതേപോലെ പിന്നോട്ടെന്ന് പറയുന്നു. എന്ത് പിന്നോട്ട്? പിന്നോട്ട് പോയാലും ഇതേ മതിൽ ചുമര്. പക്ഷേ നമ്മളെന്ത് ചെയ്യും? പിന്നോട്ട് പോയി. ഞാൻ 5 കൊല്ലം പിന്നോട്ട് പോയി. എങ്ങനെ പോയി? ടൈം ട്രാവലോ? എങ്ങനെ കണ്ടുപിടിച്ചു എന്ന് ചോദിക്കാൻ തോന്നും. 5 കൊല്ലം പിന്നോട്ട് പോയി എന്ന് പറയുന്നത് എന്താണ്? മനസ്സ് എന്തോ ക്രിയേറ്റ് ചെയ്തു ഒരു ഓർമ്മയായിട്ട്, എന്നിട്ട് അതിനെപ്പറ്റി ആലോചിച്ചിട്ട് ഡിപ്രഷൻ ഉണ്ടാവുന്നത് പാസ്റ്റ് എന്ന സാധനം മൈൻഡ് എടുത്ത് വയ്ക്കുമ്പോഴാണ്. ആങ്സൈറ്റി ഉണ്ടാവുന്നത് ഫ്യൂച്ചർ എന്ന് വെച്ചിട്ടാണ് ആങ്സൈറ്റി. ഈ രണ്ടെണ്ണം. അതിനുള്ള ഒരു വഴിയേ ഉള്ളൂ, ശരീരം ഇരിക്കുന്നിടത്ത് മനസ്സിരിക്കുക. എനിക്ക് ഈ ബുക്ക് വായിക്കുന്നവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു എന്താ പറയുക, സഹായം എന്നാണ് അതിന് പറഞ്ഞത്. ഈ ഡിപ്രഷനിൽ നിന്ന് എങ്ങനെ ഓവർകം ചെയ്യാം എന്നുള്ളത്. ഓവർകം ചെയ്യാൻ ഞാൻ നേരത്തെ പറഞ്ഞത്, പാസ്റ്റിലേക്ക് പോകരുത്. ബിക്കോസ് പാസ്റ്റ് ഇല്ല. നിങ്ങളുടെ മനസ്സ് വെറുതെ കിടന്ന് കറങ്ങുകയാണ്. പക്ഷെ എങ്ങനെ മനസ്സിനെ മാറ്റും? ശരീരം വഴിയേ മാറ്റാൻ പറ്റൂ. അതാണ് അടുത്ത ബുക്ക് മാത്രമല്ല, അതൊരു വലിയൊരു പ്രോഗ്രാം തന്നെയായിരിക്കും. ബിക്കോസ് ശരീരം വെച്ചിട്ടുള്ളത് നമുക്ക് വായിച്ചാൽ പോരല്ലോ, ചെയ്യണ്ടേ. എക്സ്പീരിയൻഷ്യൽ ആയിരിക്കും. ബുക്കായിട്ട് ഇറങ്ങാം നമ്മൾ. പക്ഷേ ബുക്കിൽ വായിച്ചാൽ നമ്മൾ ചോദിക്കും, ഇതൊക്കെ ഞാൻ എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഈ വായിച്ചതൊക്കെ നമ്മൾ പ്രാക്ടിക്കലി അത് എങ്ങനെ പ്രായോഗികമാക്കണം എന്നുള്ള ഒരു കമ്പാർട്ട്മെന്റലൈസേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഇപ്പൊ എന്താന്ന് വെച്ചാല് എല്ലാം ഈ ബുക്കിൽ പറയുന്ന കാര്യങ്ങളിലോട്ട്, ഇത് നമ്മൾ ലൈഫിനെ പറ്റിയല്ലേ പറയുന്നത്. ഈ ബുക്കിൽ തന്നെ നമ്മൾ ജീവനെ പറ്റി പറയുമ്പോൾ ലൈഫിൽ നടക്കുന്ന എല്ലാം ഈ ബുക്കായിട്ട് റിലേറ്റഡ് ആയി വരുന്നതുകൊണ്ടാണ്. ഞാൻ ബുക്കിലെ കാര്യമല്ല പറയുന്നത്, പക്ഷെ ബുക്കിൽ പറഞ്ഞിരിക്കുന്നതൊക്കെ ഇപ്പൊ ലൈഫിലെ കാര്യങ്ങളാണ്. എനിക്ക് നിങ്ങൾ രണ്ടുപേരും സംസാരിക്കുന്ന വീട്ടുകാരില്ലല്ലോ, ഞങ്ങൾ രണ്ടുപേരും മാത്രമേ. എവിടെയാണെങ്കിലും രണ്ടുപേരും ഇരുന്നിട്ട് സുഖമായിട്ട് ഇതൊക്കെ വർത്താനം പറഞ്ഞ് ചിരിച്ച് ഞങ്ങൾ നല്ല എന്താ വളരെ ലൈറ്റായിട്ട് കൊച്ചു കുട്ടികൾ ജീവിക്കുന്ന പോലെയാണ് ജീവിക്കുന്നത്. എന്ന് വെച്ചാൽ ആ നിമിഷത്തിലെ കാര്യമുള്ളൂ കുട്ടികൾക്ക്. ഇപ്പം ഇത് കണ്ടു, ഇത് കഴിക്കാമല്ലേ, നന്നായിട്ടുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഈ നിമിഷത്തിൽ ജീവിക്കാൻ എന്തോരം കാര്യങ്ങളുണ്ട്. കൊച്ചുകുട്ടികൾ ജീവിക്കുന്ന പോലെ, റിയലി കൊച്ചുകുട്ടികൾ അങ്ങനെ ജീവിക്കുന്നത്. അവർക്കൊരു അടി കൊടുത്തു, അവർ കരഞ്ഞു, 5 മിനിറ്റ് കഴിയുമ്പോൾ അത് കഴിഞ്ഞു, മറന്നുപോയി. അത്രേ ഉള്ളൂ. അതാണ് അതിൻ്റെ ഭംഗി, അതാണ് ലൈഫിൻ്റെ ഭംഗി. നമ്മളത് വിട്ടുപോവാണ്. കൊച്ചിലെ നമുക്കതുണ്ടായിരുന്നു, പിന്നെ എപ്പോഴും അത് പോയി. നമ്മൾ പാസ്റ്റും ഫ്യൂച്ചറും ഡിപ്രഷനും ആങ്സൈറ്റിയും ഒക്കെ ആയിട്ട് അങ്ങ് കട്ടപ്പുകയാക്കി വെച്ചിരിക്കുകയാണ് ലൈഫ്. ഒരാവശ്യമില്ല. സിംപ്ലിഫൈ ചെയ്യുക, തിരിച്ച് കുട്ടിക്കാലത്തേക്ക് പോവുക. അപ്പോൾ ഈ സ്ട്രെസ്സും സ്ട്രെയിനും അല്ലെങ്കിൽ ഒരു ടെൻഷനൊക്കെ എങ്ങനെ ഇപ്പം അതൊക്കെ എങ്ങനെ വരുന്നു? ഇങ്ങനെ ചിന്തിക്കുന്ന ഒരാൾക്ക് അതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു? അതില്ലല്ലോ. നേരത്തെ അതാ പറഞ്ഞത്, ജസ്റ്റ് ചെറിയൊരു കാര്യം. ഇപ്പോൾ
ഞാൻ ഈ ഇൻ്റർവ്യൂവിനെ കുറിച്ച് മറന്നുപോയി എന്ന് വിചാരിക്കുക, ഇന്നത്തെ ഡേറ്റ് ആണെന്ന്. അപ്പോൾ ഇന്നലെ പെട്ടെന്ന് എന്നെ വിളിക്കുമ്പോഴാണ് ഞാൻ ഓർക്കുന്നത്, ഞാൻ മറന്നുപോയി, ഞാനിപ്പോൾ ഇവിടെ വരാൻ പറ്റാത്തത്രയും ദൂരത്തൊരു സ്ഥലത്താണ്. ആ നിമിഷത്തിലൊരു സ്ട്രെസ് ഉണ്ടല്ലോ. എന്നിട്ട് പിന്നെ അയ്യോ ഇനിയിപ്പോൾ ഇത് എന്ത് ചെയ്യണം എന്ന് ചിന്തിക്കുന്ന, ഹാൻഡിൽ ചെയ്യേണ്ട ഒരു സ്ട്രെസ്, അത്രയേ ഉള്ളൂ. അത് നല്ലതാണ്. ചെറിയ ലെവൽ ഓഫ് സ്ട്രെസ് നമുക്ക് വേണം എപ്പോഴും. എന്നുവെച്ചാൽ നമ്മൾ ഈ പ്രസൻറ്റ് മൊമെൻറ്റിൽ അത്ര ഇൻവെസ്റ്റഡ് ആണ്. അതല്ലല്ലോ ഇപ്പോഴത്തെ ആൾക്കാരുടെ സ്ട്രെസ്സ്. 10 കൊല്ലത്തിന് ശേഷം നടക്കേണ്ട ഒരു കാര്യത്തിനെ പറ്റി ചിന്തിച്ച് ഇവിടെ ടെൻഷൻ അടിച്ച്, ചിലപ്പോൾ ഒരു കാര്യമില്ല, വെറുതെ ടെൻഷൻ അടിക്കുക. അത് ആക്ച്വലി ശരീരത്തിലെ അസുഖങ്ങൾ കൊണ്ടാണ്. ശരീരത്തിൽ സ്വസ്ഥതയില്ല. സ്വസ്ഥത ഈസ് ഹെൽത്ത്. ശരീരത്തിൽ നല്ല ഹെൽത്ത് ഇല്ല, അത് മനസ്സിനെ എഫക്റ്റ് ചെയ്യുന്നതാണ്. അതാണ് ഒരു കാര്യമില്ല, അത് വെറുതെ ഒരു പിരിമുറുക്കം. അത് ശരീരത്തിലാണ് നമ്മളത് അഡ്രസ്സ് ചെയ്യേണ്ടത്, മനസ്സിലല്ല. മനസ്സ് ശരീരവും കണക്റ്റഡ് ആണ്, ഒന്നാണ്. മനസ്സിലുണ്ടാകുന്ന അസ്വസ്ഥതകൾ ബോഡീനെ എഫക്റ്റ് ചെയ്യും, ബോഡിയിലുണ്ടാകുന്നത് മനസ്സിനെ എഫക്റ്റ് ചെയ്യും. ഇപ്പോൾ ആൾക്കാർക്ക് കൂടുതലും ശരീരത്തിൻ്റെ അസ്വസ്ഥതകളാണ് ഉള്ളത്. എനിക്കിപ്പോൾ ലെന എന്നൊരു നടിയേക്കാൾ ഉപരി എന്നോട് സംസാരിക്കുന്ന ഒരു ക്ലിനിക്കൽ മറ്റേ സൈക്കോളജിസ്റ്റ് അല്ലേ? എന്തുമാവാം. നമ്മൾ നടിയും അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നടിയാവാൻ പറ്റുള്ളൂ. 24 മണിക്കൂർ നമ്മൾ നടിയല്ല. ആ ക്യാമറയുടെ മുന്നിലുള്ള ഒരു ഡോക്ടറുടെ സ്വന്തം എനിക്ക് കൃത്യമായിട്ട് ഫീൽ ചെയ്യുന്നത് ഈ ആ ഒരു ലൈഫൊക്കെ ഈ ബുക്കിൽ പരാമർശിക്കപ്പെട്ട് പോയിട്ടുണ്ട്. പിന്നീട് ആ പഠിച്ചത് എവിടെയെങ്കിലുമൊക്കെ ഇപ്പം ഡയറക്റ്റ്ലി അല്ലെങ്കിൽ പോലും ഇപ്പോൾ ഒരു ഒഫീഷ്യലി ഒരു ക്ലിനിക്ക് വഴി അല്ലെങ്കിൽ പോലും ഏതെങ്കിലുമൊക്കെ ആളുകൾ ഇത് പരീക്ഷിക്കുകയോ അല്ലെങ്കിൽ ആരെങ്കിലും ലെനോട് വന്നിങ്ങനെ മനസ്സ് തുറന്ന് കരയുകയോ അങ്ങനെയൊക്കെ ചെയ്ത് അതൊക്കെ സോൾവ് ചെയ്ത് കൊടുത്ത ഇഷ്ടംപോലെ ഉണ്ടോ? കുട്ടിക്കാലം മുതൽ അത് തന്നെയാണ് ജോലി. എൻ്റെ അടുത്തുള്ളവർക്കൊക്കെ ഈ പറഞ്ഞ നമ്മൾ പഠിച്ചിട്ടുള്ള അറിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക, അത് നമ്മുടെ ലൈഫിൻ്റെ ഒരു ഭാഗമാണത്. എപ്പോഴും അതാണ്. ബിക്കോസ് എപ്പോഴും നമ്മുടെ ചുറ്റിനുള്ളവരെക്കാൾ കൂടുതൽ നമുക്കൊരു ടോപ്പിക്കിനെ പറ്റി എന്തെങ്കിലും അറിഞ്ഞിട്ടുണ്ടാവും. വായന കൊണ്ടോ അല്ലെങ്കിൽ ശീലം പഠിച്ചിട്ടുള്ളതുകൊണ്ടോ അല്ലെങ്കിൽ ആക്ച്വലി എക്സ്പീരിയൻസ് കൊണ്ടോ ഉണ്ടാവും. മനസ്സിലായി. അപ്പം നമ്മളെപ്പോഴും ചുറ്റിനുള്ളവർക്ക് ഒരു ഹെൽപ്പായിരിക്കും. US നിൽക്കുന്ന സമയത്തൊക്കെ ആണെങ്കിലും ഒരുപാട് ആളുകൾ ഇപ്പം ഒരു സെലിബ്രിറ്റി ഇമേജ് ഉള്ളത് കൊണ്ട് ഒരുപാട് ആളുകൾ കാണാനും മീറ്റ് ചെയ്യാനും ഫങ്ഷൻസൊക്കെ വരും. അപ്പം അവരൊക്കെ വരുമ്പോൾ അവരെല്ലാം സിനിമ എന്നുള്ളൊരു ബേസിൽ അവർ ചിലപ്പോൾ ഒരു ബുക്ക് അവർ അത്രയും അറിഞ്ഞുകൊള്ളണമെന്നില്ല. ഈ ലെനയുടെ ഈ ഒരു സൈഡ് അവർക്ക് മനസ്സിലാക്കിക്കൊള്ളണമെന്നില്ല. അപ്പം അവരൊക്കെ വരുമ്പോൾ ഈ ബുക്കിനെ പറ്റിയൊക്കെ സംസാരിക്കാറുണ്ട്, അല്ലെങ്കിൽ ലെന അവരോട് ഇങ്ങനത്തെ ടോപ്പിക്കുകൾ ഡിസ്കസ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ കൂടുതലും ഇതിലേക്ക് ഫോക്കസ് ചെയ്യൂ, സംസാരങ്ങൾ കുറച്ചുകൂടി ഇങ്ങനത്തേക്ക് മാറ്റുക, അങ്ങനെ പോവാറുണ്ട്? ഇല്ല, അതായത് എൻ്റെ ലൈഫും ഈ ബുക്കിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളും തമ്മിൽ ഒരു വ്യത്യാസമില്ല. എനിക്കിത് രണ്ടല്ല. അപ്പോൾ ഞാൻ കുറേ ഫങ്ഷൻസിൽ പങ്കെടുത്തു. US ഓണം സമയമായിരുന്നു, പിന്നെ കുറേ അങ്ങനത്തെ കുറേ ജ്ഞാനായ സഭയുടെ ഒരുപാട് മീറ്റിങ്സിനൊക്കെ പങ്കെടുത്തു. അപ്പോൾ അവിടെയൊക്കെ നമ്മളോട് സംസാരിക്കാൻ പറയുമ്പോൾ ഞാൻ സംസാരിക്കുന്ന ടോപ്പിക്സ് ഞാൻ എൻ്റെ ഇഷ്ടത്തിനല്ല സംസാരിക്കുന്നത്. അത് ഇങ്ങനത്തെ ടോപ്പിക്സേ ആവുള്ളൂ, എനിക്ക് വേറൊന്നും പറയാനില്ല. അപ്പം ഞാനിത് പറയുമ്പോൾ അവർക്കും അതൊരു ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അവർ പറഞ്ഞു ഫൈനലി ആരോ വെറുതെ വന്നിട്ട് നമ്മളോട് നിങ്ങളൊക്കെ നന്നായി ചെയ്യുന്നു, ഓൾ ദ ബെസ്റ്റ്, വെരി ഗുഡ്. സാധാരണ അവർ പറഞ്ഞു വെറുതെ നമ്മളെ വന്ന് കുറേ പൊക്കി പറയും, അവരെ തന്നെ സ്വയം കുറേ പൊക്കി പറയും, വന്നിട്ട് പോവും ആൾക്കാർ. നിങ്ങൾ നമുക്ക് ഉപകാരമുള്ള, ഞങ്ങൾക്ക് ആക്ച്വലി യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഇൻഫർമേഷൻ തന്നു, സോ താങ്ക് യു ഫോർ ദാറ്റ് എന്നാണ് അവരൊക്കെ പറഞ്ഞത്. അപ്പോൾ പണ്ടെന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങൾ പറയില്ലായിരുന്നു. ഈ ബുക്കൊക്കെ എഴുതി പബ്ലിഷ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഇങ്ങനെ സംസാരിച്ചു തുടങ്ങിയത്. അതിനു മുമ്പ് നമ്മൾ ഇഷ്ടംപോലെ ഇൻ്റർവ്യൂസ് ചെയ്തിട്ടുണ്ട്. ഞാനത് മനഃപൂർവ്വം ഇങ്ങനത്തെ കാര്യങ്ങൾ പറയില്ല. അപ്പോൾ ആ സമയത്ത് എന്താ പറയുന്നതെന്ന് ചോദിച്ചാൽ ഒന്നും പറയാനില്ല. നമ്മൾ വെറുതെ കുറേ എല്ലാവരും സൂചിപ്പിച്ച് നിർത്തുന്ന കുറേ വർത്താനം പറയും. അത് ഭയങ്കര സൂപ്പർഫിഷ്യലാണ്. അപ്പോൾ ഇനിയിപ്പോൾ അങ്ങോട്ട് തിരിച്ചു പോകേണ്ട ആവശ്യമില്ല എനിക്ക്. ഇതിന് ശേഷമാണ് കുറച്ച് ഫ്രീഡം കിട്ടിയെന്ന് തോന്നുന്നുണ്ടല്ലോ. ബിക്കോസ് ഫൈനലി എനിക്ക് ഞാനായിട്ട് ബിഹേവ് ചെയ്യാൻ പറ്റി. എനിക്ക് തോന്നുന്നു 20 വർഷം അല്ലെങ്കിൽ ഒരു 18 വർഷത്തോളം വേണ്ടി വന്നു ഇങ്ങനെ ഒരു ബുക്കിലേക്ക് എത്തിപ്പെടാണെന്നുള്ളത് ഒരു വലിയ നീണ്ട കാലയളവല്ലേ? പിന്നല്ലേ, ഡെഫിനറ്റ്ലി. ഇങ്ങനത്തെ ഒരു മെറ്റീരിയൽ നമ്മൾ വെറുതെ തോന്നലിൻ്റെ പുറത്ത് എഴുതിയാൽ പോരാ, ജീവിച്ച അനുഭവമാണ് എഴുതുന്നത്. അത് ജീവിക്കണ്ടേ, അത്രയും കൊല്ലം ജീവിച്ചതിൻ്റെ അറിവാണത്. മുന്നേ ഒന്നും തോന്നിയിട്ടില്ല ഈ ബുക്ക് എഴുതണം അങ്ങനെയുള്ള? അല്ല, അതിനുള്ള പാകമായിട്ടുണ്ടായിരുന്നില്ല. കഥ മുഴുവൻ ഒരു കംപ്ലീഷനിൽ എത്തണ്ടേ. ഇപ്പം മനസ്സിൻ്റെ ഭാഗം എഴുതി, ഇനിയിപ്പോൾ ശരീരത്തിൻ്റെ ഭാഗം എഴുതാം.
അത് അങ്ങനെ തന്നെ വളരെ ഇതിലും ഗംഭീരമായിട്ട് അത് വരട്ടെ എന്ന് അത് പ്രാർത്ഥിക്കുന്നു. ഉറപ്പായിട്ടും ഒരുപാട് പേർക്ക് വളരെയധികം ഗുണമുള്ള വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു ബുക്കായിരിക്കും. സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ചിലവർക്ക് മാത്രമുള്ളൊരു ടോപ്പിക്കാണ്, പക്ഷെ ശരീരം എല്ലാവരുടെയും ഫസ്റ്റ് പ്രയോറിറ്റി ആയിരിക്കണം, നമ്മുടെ ആരോഗ്യം. തീർച്ചയായിട്ടും. ഇനി വളരെ എന്താണ് ക്രിഞ്ചായിട്ട് ചോദിച്ചു ചോദിക്കട്ടെ, ഒരു നാസ പോലുള്ള ഒരു അവിടുത്തെ ഒരു സയൻറ്റിസ്റ്റിൻ്റെയും ഒരു വളരെ ഒന്നാം നിരയിൽ നിൽക്കുന്ന ഒരു ആക്ട്രസ് അല്ലെങ്കിൽ ഇത്രയും എന്താണ് ചിന്തക എന്നൊക്കെ നമുക്ക് പറയാം, നിങ്ങളുടെ പ്രണയം എങ്ങനെയാണ്? അതാ പറഞ്ഞ വളരെ കുട്ടികളെ പോലത്തെ വളരെ പൈങ്കിളി ബാലിശമായിട്ടുള്ള ഒരു പ്രണയമാണ്. വാലന്റൈൻസ് ഡേന് ടെഡി ബെയറും ചോക്ലേറ്റ് ഒക്കെ വാങ്ങിക്കുന്ന ടൈപ്പ് പ്രണയമാണ്. അതെ അതെ, സർപ്രൈസ്. പിന്നെ മറ്റേ ഫ്രിഡ്ജില് ഒരു ബോർഡുണ്ട് സാധനങ്ങളൊക്കെ എഴുതാൻ, അതിലൊക്കെ ചെറിയ ലവ് ലെറ്റേഴ്സും നോട്ട്സ് ഒക്കെ വിടുന്ന ടൈപ്പ് പ്രണയമാണ്. ഭയങ്കര പൈങ്കിളി പ്രണയമാണ്. അങ്ങനെയാണ് രണ്ടുപേരും. ഞങ്ങൾ ഭയങ്കര പൈങ്കിളികളാണ്. ഭയങ്കര തനി എന്താ പറയുക, റൊമാൻസ് പടങ്ങളിൽ കാണുന്ന റൊമാൻറ്റിക്സ് ആണ്. മഴ പെയ്താൽ അയ്യോ മഴ എന്നൊക്കെ പറഞ്ഞ ടൈപ്പ് ആൾക്കാരാണ്. ഇടയ്ക്ക് സ്വയം പറയില്ലേ ഞാനൊരു ആക്ട്രസ് ആണ്, അത് നമ്മൾ മറന്നു പോലും. നമ്മളത് ഓർമ്മിപ്പിക്കാൻ വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളുടെ ലോകത്ത് ഞങ്ങൾ വളരെ പാവം പിള്ളേരാണ്. ഓക്കെ. ഈ കൊച്ചിയിലേക്ക് ഷിഫ്റ്റ് ആവുന്നു, വീട് പണി എവിടം വരെയായി? തീരാറായി. ഇനി കൊച്ചിക്കാരിയാവും. അപ്പം അദ്ദേഹത്തിന്റെ ഒരു എങ്ങനെയാണ് കൊച്ചിയിലേക്ക് വരുമോ? നോക്കണം എങ്ങനെയൊക്കെയാണ്. ഞങ്ങൾ ബാംഗ്ലൂരാണ് ഇപ്പോൾ താമസം, ഇസ്രോ ഫെസിലിറ്റിയിലാണ്. അപ്പോൾ ഇസ്രോ ഫെസിലിറ്റിയിലുള്ള താമസം പുള്ളിയുടെ എങ്ങനെയായിരിക്കും മുന്നോട്ട് പോകുന്നത്, അത് ഇവിടെ തിരിച്ചു വന്നിട്ടാണ് അവർ നോക്കേണ്ടത്. എൻ്റെ കാര്യം മിക്കവാറും ബാംഗ്ലൂരും കേരളവും തമ്മിൽ ഉള്ളൊരു ഷട്ടിലാവാനാണ് സാധ്യത വരുന്നത്. അദ്ദേഹത്തിന് ഒരു തരത്തിലും ഇന്റർവ്യൂ തരാനുള്ള പെർമിഷൻ ഒന്നും ഇല്ലല്ലോ? അവർക്ക് ഗവൺമെന്റ് തലത്തിൽ നിന്നുള്ള ഓർഡറാണ്, പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസിൽ നിന്നുള്ള ഓർഡറാണ്. അവർക്ക് അങ്ങനെ അവരുടെ ഇഷ്ടത്തിന് പോയി ഫ്രീ ആയിട്ട് ഇന്റർവ്യൂസ് കൊടുക്കാൻ പറ്റില്ല. അത് ഗവൺമെന്റ് സാങ്ഷൻസ് വേണം. അങ്ങനെ വേണമല്ലേ? സാങ്ഷനോട് കൂടിയിട്ട് അവർക്ക് ഇന്റർവ്യൂ കൊടുക്കാൻ പറ്റും. ആ ഇന്റർവ്യൂ എനിക്ക് തന്നെ കിട്ടട്ടെ, ഞാൻ പ്രാർത്ഥിക്കുന്നു. അതിന് ഗവൺമെന്റിന് ഏത് തലം വരെ പോകാനും ഞങ്ങൾ റെഡിയാണ്. അതെ, അങ്ങനെ നടക്കുമായിരിക്കും. അതെ, ഒരു കൈ നോക്കണം.